എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആശ സുരേഷ്. സ്പെക്ട്ര ഡെക്കോറിൻ്റെ പുതിയൊരു ഇൻറ്റീരിയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മളുടെ ഗുരുവായൂരിനടുത്തുള്ള കാക്കശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. മണികണ്ഠൻ സാറിൻ്റെയും കാവ്യ മാഡത്തിൻ്റെയും വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇത് കണ്ടാൽ തന്നെ അറിയാം, വളരെ ഡിഫറൻ്റ് ആയിട്ടൊരു ട്രഡീഷണൽ ടൈപ്പുള്ള ഒരു വീടാണ്. അപ്പോൾ അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിലും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, വരും. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ലിവിങ് ഏരിയയിലാണ്. ഇവിടെ ഒരു ലിവിങ് ഡൈനിങ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അല്ല. നമുക്ക് എല്ലാം ഒരു സിംഗിൾ ഒരൊറ്റ വ്യൂവിൽ തന്നെ കാണാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെയാണ് നമ്മളുടെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. TV യൂണിറ്റ് നിങ്ങൾക്ക് കണ്ടറിയാം, അങ്ങനെ ഓവർ ആർഭാടമായിട്ടുള്ള ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു അഡീഷണൽ ഒരു യൂണിറ്റ് മാത്രമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതും നമ്മുടെ വുഡ് ഷെയ്ഡും കെയിൻ ഷീറ്റും കൂടി മിക്സ് ചെയ്യുന്ന രീതിയിലും ഒരു ലെഗ് ടൈപ്പുള്ള ഒരു TV യൂണിറ്റാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പാറ്റേണുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ്. ഇവിടുത്തെ സോഫ സീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ 3 സീറ്റിംഗ് സോഫ, അതും ഒരു വുഡ് അതായത് കാണുന്ന രീതിയിലുള്ള ഒരു വുഡ് പാറ്റേൺ വരുന്ന രീതിയിലുള്ള ഒരു സോഫ, പിന്നെ ഒരു സിംഗിൾ സീറ്റിംഗ് ചെയർ, പിന്നെ അതിനോട് തൊട്ട് തന്നെയാണ് നമ്മളുടെ പ്രെയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രെയർ ഏരിയ ആണിത്. ഒരു ഇത്രയും വലിയ രീതിയിലുള്ള പ്രെയർ യൂണിറ്റ് പൊതുവെ കുറവാണ്. പലയിടത്തും അതിന് വേണ്ടിയുള്ള ഒരു സ്പേസും കാര്യങ്ങളുമാണ് ഉള്ളത്. ഇതിപ്പോൾ നോക്കിയറിയാം, നമുക്ക് മൊത്തത്തിലൊരു പ്രെയറിൻ്റെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്കത് ത്രൂ ഔട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു CNC ഡിസൈനും ലൈറ്റിങ്ങും സ്റ്റോറേജും ഒക്കെ ആഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വുഡ് പാറ്റേൺ ആണ് നമ്മളുടെ ഈ പ്രെയർ ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. ഷട്ടറിലാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ CNC ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു സൈഡ് വോൾ, പെട്ടെന്ന് അതൊരു പ്രെയർ ആണെന്ന് തോന്നാത്ത രീതിയിലുള്ള ഒരു സൈഡ് ഒരു പാനൽ ചെയ്ത് വുഡും ഗ്രേയും ഒരു ഗോൾഡൻ സ്ട്രിപ്പൊക്കെ ആഡ് ചെയ്തിട്ടാണ് അതിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുന്ന് നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് ഒരു പാത്ത് വേയിൽ കൂടി നടക്കുമ്പോൾ നമുക്കിവിടെ ഒരു ബേ വിൻഡോ പാറ്റേൺ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ഫാമിലി കുറച്ച് ആൾക്കാർ ഗസ്റ്റ് കൂടുതൽ വന്നാലും ഫാമിലി കുറേ ആൾക്കാരുണ്ടെങ്കിലും ഇപ്പോൾ ഡൈനിങ്ങും ലിവിങ്ങും അതുപോലെ തന്നെ ഇവിടെയും എല്ലായിടത്തും ഈ സിറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് വലിയൊരു സ്പെഷ്യാലിറ്റി. അപ്പോൾ എല്ലാവരുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വളരെ പോസിബിളാണ്. അതിപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മുകളിലുള്ള ആൾക്കാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്ന രീതിയിലാണ് ഈ ഒരു വീടിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്. അത് വളരെ എനിക്ക് പേഴ്സണലി ഭയങ്കര താല്പര്യമുള്ള ഒരു കേസാണ്. ഫാമിലി എല്ലാവരുമായിട്ടും എപ്പോൾ വേണമെങ്കിലും ഒരു ഇൻറ്ററാക്റ്റീവ് ആവുന്ന ഒരു മോഡലിലാണ് ഈ ഒരു വീട് ടോട്ടലി പോയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡൈനിങ്. ഇവിടെ ഒരു സൈഡിൽ ബെഞ്ചും ഒരു സൈഡിൽ ചെയറുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു ഫ്ലോറൽ ഡിസൈനാണ്. അത് ഓഫ് വൈറ്റും വിത്ത് ഒരു ലൈറ്റ് ഗ്രേയും അങ്ങനത്തെ ഒരു ബ്ലൂ ഒക്കെ മിക്സ് ചെയ്യുന്ന രീതിയിലുള്ളൊരു വളരെ മനോഹരമായൊരു ഫ്ലോറൽ ഡിസൈനിലാണ് ഈ വുഡിൻ്റെ ഇതിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ ഹാൻഡ് റെയിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, വുഡിൻ്റെ ഒരു ത്രൂ ഔട്ട് ടോപ്പും അതുപോലെ തന്നെ GIയുടെ ഒരു പാറ്റേണും ആക്കിയിട്ട് മിക്സ് ചെയ്യുന്ന രീതിയിലാണ്. ഇവിടുത്തെ ടൈൽസിൻ്റെ ഡിസൈൻ വളരെ ഡിഫറെൻ്റ് ആണ്. ടോട്ടലി ഒരു ഗ്രേ ഫിനിഷ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇടയിലിടയിൽ അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ ഒരു ഡിസൈൻ ആയിട്ടുള്ള വേറൊരു ഡിസൈൻ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ടൈല് കംപ്ലീറ്റ്ലി ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് മാറ്റ് ഫിനിഷാണ്. ഇപ്പോൾ സ്റ്റെയർസിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഈ ടോട്ടൽ ഫ്ലോറിൻ്റെ ടൈൽസ് ആണെങ്കിലും ഒക്കെ മാറ്റ് ഫിനിഷാണ് കൂടുതലും ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇപ്പോഴത്തെ ഇവിടെ ഒരു അയണിങ് ടേബിളിൻ്റെ കോൺസെപ്റ്റാണ്. അതായത് നമ്മൾക്ക് അയണിങ് ടേബിൾ ഫോൾഡബിൾ ആണ്. ഫോൾഡിങ് അയണിങ് ടേബിൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാം എന്നൊരു രീതിയിലുള്ളൊരു അയണിങ് ടേബിളും കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഓവർ ഡെപ്തൊന്നുമില്ല, കസ്റ്റമൈസ് ചെയ്തിട്ട്, കാരണം ഇതിൽ കൂടിയൊക്കെ പാത്ത് വേ ഉള്ളത് കൊണ്ട് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ അയണിങ് ടേബിളും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മളുടെ മെയിൻ ഏരിയയായ കിച്ചണിലേക്ക് പോവാം. ഇതാണ് നമ്മളുടെ കിച്ചൺ. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു കിച്ചണാണ് കേട്ടോ. ഇവിടെ സാധാരണ എല്ലായിടത്തും ഭയങ്കര വലുപ്പമുള്ള ഒരു കിച്ചണൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ കിച്ചൺ ക്യൂട്ടാണെങ്കിലും മാക്സിമം സ്റ്റോറേജ് സ്പേസും എല്ലാ ഡിസൈനും ഒക്കെ വളരെ അട്രാക്റ്റീവാണ്. കാരണം ഓഫ് വൈറ്റ് ആണ്, ബീജും അല്ല ഓഫ് വൈറ്റും അല്ലാത്തൊരു ഷെയ്ഡാണ് നമ്മൾക്ക് ഈ ബേസ് യൂണിറ്റിന് ടോട്ടൽ എടുത്തിട്ടുള്ളത്. അപ്പർ യൂണിറ്റ് വുഡ് ഷെയ്ഡ് വിത്ത് ഗ്രൂ ഡിസൈനാണ്. ഈ 2 പാറ്റേണേ ഉള്ളൂ. എന്നിട്ട് ബ്ലാക്ക് പ്രൊഫൈൽ ഹാൻഡിലും ഒക്കെ കൊടുത്തു. ഇപ്പുറത്ത് തൊട്ട് തന്നെ നമ്മളുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളൊക്കെ ആയിട്ട്, അതല്ലെങ്കിൽ കറക്കരിയാനും അങ്ങനെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു ടേബിൾ സ്പേസും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓരോ ഇതിലും ഓവൻ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഹുഡ് ആൻഡ് ഹോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹുഡ് ആൻഡ് ഹോബ് 3 ബർണറാണ്, 90യുടെ ഹുഡ് ആൻഡ് ഹോബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
പിന്നെ സിങ്ക് ഏരിയ ആണെങ്കിൽ സിംഗിൾ ബോളാണ്, ഒരു കുഞ്ഞ് കിച്ചണ് ക്യൂർ ആ ഒരു രീതിയിൽ. പിന്നെ ഇവിടുത്തെ ഒരു വോൾട്ടൈലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, മൊറോക്കനും അതുപോലെ തന്നെ ഈ ഒരു ബീജ് പോലത്തെ ഒരു ഷെയ്ഡ്, ഓഫ് വൈറ്റ് ഷെയ്ഡ് കൂടി മിക്സ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ ടൈല് വോൾ ടൈല് ഡാഡോ വാൾ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തോട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ, എല്ലായിടത്തും കാണുന്ന ഒരു രീതിയല്ല. നമ്മളുടെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊഫൈൽ ഹാൻഡിൽ ബ്ലാക്ക് ഷെയ്ഡാണ്. നോർമൽ നമ്മൾ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ്, എല്ലാ കിച്ചൺ ആക്സറീസും ഹെഡിച്ച് തന്നെയാണ് യൂസ് ചെയ്യുക. ഇവിടെയും ആസ് യൂഷ്വൽ സെയിം ഹെഡിച്ചാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് കട്ട്ലറി ആണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കാറുള്ളത്. ദെൻ ഒരു പ്ലെയിൻ ആണ്, അപ്പോൾ അതിൽ നമുക്ക് ഇതുപോലെയുള്ള ഇതെല്ലാം വെക്കാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് വൺ ആണ് നമ്മളിതിൽ കൂടുതലും വലിയ ഒന്നുകിൽ പ്ലെയിൻ ആയിട്ട് കൊടുക്കാം, ചിലർ പ്ലേറ്റ് ബാസ്ക്കറ്റ് ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലും പുൾ ഔട്ട്സ് ആണ് യൂസ് ചെയ്യുക. പുൾ ഔട്ട്സിൽ എന്തൊക്കെയാണ് മുളക് പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ബോട്ടിൽ ആക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ പ്ലേറ്റ് വെക്കാനുള്ള ഒരു ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്ലേറ്റ് 2 ബാസ്ക്കറ്റിലായിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അതിൽ 2ലും ഓർഗനൈസറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ടോൾ യൂണിറ്റ് ആണ്. മാക്സിമം സ്റ്റോറേജ് സ്പേസ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. നമുക്ക് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്കുണ്ട്. ഇവിടെ കംപ്ലീറ്റ്ലി നമ്മൾ ബാക്ക് അപ്പർ യൂണിറ്റ് കംപ്ലീറ്റ് കൺസീൽഡ് ഗോളയാണ് കൊടുക്കുക. കൺസീൽഡ് ഗോള കൊടുത്തിട്ട് നമ്മൾ ഇതിലെല്ലാം സ്റ്റോറേജ് സ്പേസ് ആഡ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടുത്തെ കാർ കേസ് കംപ്ലീറ്റ്ലി ഇവിടെ എല്ലായിടത്തും WPC ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു സ്പെഷ്യാലിറ്റിയാണ്. നമ്മൾ WPC യൂസ് ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാറിന് നിർബന്ധമായിരുന്നു WPC വേണം എന്നുള്ളത്. അപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ സിങ്ക് ഏരിയ WPC യൂസ് ചെയ്യും, ബാക്കിയൊക്കെ നോർമൽ പ്ലൈവുഡാണ് കൊടുക്കാറ്. പക്ഷേ ഇവിടെ WPC ആണ്. ഈവൻ വാർഡ്രോബിന് പോലും WPC ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഷെയ്ഡ്സും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മളുടെ ഇതിനോട് ചേർന്ന് ഇപ്പോൾ കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഈ ഒരു ഏരിയയിലാണ് നമ്മളുടെ വാഷ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വാഷ് യൂണിറ്റ് കണ്ടു ആ മിററിൻ്റെ ഫ്രെയിമിനുള്ളിലുള്ള ഈ ടൈൽസ് ആണെങ്കിലും ആ ഒരു മിററും ഇവിടുത്തെ മൊറോക്കൻ ടൈല്, ആ ഒരു ലൈറ്റിൻ്റെ ആംബിയൻസ് എല്ലാം വളരെ മനോഹരമായ ഒരു രീതിയിലാണ്, ഡിഫറെൻ്റ് ആയ രീതിയിൽ, മനോഹരം മാത്രമല്ല ഡിഫറെൻ്റ് ആയ രീതിയിലാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പോകുന്നത്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ റൂമിലാണ്. ഈ റൂമിൻ്റെ ഇവിടുത്തെ എല്ലാ റൂമിലും വുഡൻ ടൈൽസാണ്, പ്ലാന്റ് ടൈപ്പ് വുഡൻ ടൈൽസാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ബെഡ് കോട്ട് വലിയൊരു വുഡൻ ബെഡ് കോട്ട് തന്നെയാണ്. പിന്നെ അതിന് 2 സൈഡ് ടേബിൾ ഉണ്ട്, അതും ലെഗ് ടൈപ്പുള്ള സൈഡ് ടേബിൾസ് ആണ് വരുന്നത്. ഇവിടെ ഒരു ബേ വിൻഡോ മോഡൽ നമുക്ക് ഇരിക്കാനും കാര്യങ്ങൾക്കും അവിടെ ഇരുന്നൊന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ബേ വിൻഡോ കോൺസെപ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബെഡ് കോട്ടിൻ്റെ ബാക്ക് ബോർഡ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡിലെ ടെക്സ്ചർ ഫിനിഷും അതുപോലെ ചെറിയൊരു ഫോട്ടോ ഫ്രെയിംസും ഉണ്ട്. തൊട്ടപ്പുറത്ത് നമ്മളുടെ കേർട്ടൻ്റെ ഒരു കവറിങ്ങും ഒക്കെ ആഡ് ചെയ്തിട്ട് അത് വുഡ് ഫിനിഷ് തന്നെയാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പക്ക വുഡ് ഫിനിഷ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ മിറർ ആണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും, എന്താ ഒരു ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫ്രെയിം കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് മിറർ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ലെഡ്ജസ് കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസും ഒക്കെ ആഡ് ചെയ്ത് അങ്ങനെ ഒരു രീതിയിലാണ് ഇവിടുത്തെ മിറർ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വാർഡ്രോബാണ്. ഈ വാർഡ്രോബ് ഒരു L ടൈപ്പിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫിനിഷ് മാറ്റ് ഫിനിഷാണ്. ഒരു കെയിൻ പാറ്റേൺ പോലത്തെ ഒരു ജൂട്ടോ അങ്ങനെയൊക്കെ ഉള്ള ഒരു പാറ്റേൺ മിക്സ് ചെയ്ത ഒരു ടൈപ്പുള്ള ഒരു ഡിസൈനാണ് നമ്മളിതിൽ കൊടുത്തത്. ഹാൻഡിലാണെങ്കിൽ ഇങ്ങനെ ഒരു കൺസീൽഡ് പോലത്തെ, കൺസീൽഡ് അല്ല എന്നാൽ ആ ഒരു ടൈപ്പ് ഓവർ പ്രൊജക്ഷനൊന്നും ഇല്ലാത്ത ടൈപ്പ് ഒരു ഹാൻഡിലാണ്. ഫിനിഷിംഗ് എന്ന് പറയുന്നത് SS ഫിനിഷാണ്. ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ കോർണർ ഭാഗം എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയൊരു സ്പെഷ്യാലിറ്റിയാണ്. നമ്മൾ ക്രോസ് ചെയ്തിട്ട് നമ്മളുടെ ഈ മറ്റേ ഹാങ്ങർ റോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഈ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നോർമൽ വാർഡ്രോബ് L ടൈപ്പ് കൊടുക്കുമ്പോൾ ഈ ഒരു ഭാഗം ഡമ്മി ആയിട്ടാണ് പോവുക. പക്ഷേ ഇവിടെ നമ്മൾക്ക് ഫുൾ ഏരിയ ഹാങ് ചെയ്യുന്ന ഡ്രസ്സാണെങ്കിലും ബാക്കിയുള്ളത് മടക്കി വെക്കാനായാലും എല്ലാത്തിനും യൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമ്മളിവിടെ കൊടുക്കുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഡോറ് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിലുള്ള സ്പെഷ്യൽ ഹിഞ്ചസ് ആണ് അതിന് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ റൂമിൽ ഇതേപോലെ നമ്മൾ നെക്സ്റ്റ് റൂമിൽ കണ്ട റൂമിനേക്കാളും
വ്യത്യസ്തമായൊരു ഷേപ്പിലാണ് നമ്മളിവിടെ മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ലോങ് മിറർ നമുക്ക് ദൂരെ നിന്ന് നമ്മുടെ ഫുള്ളായിട്ടുള്ള ഒരു വ്യൂ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലോങ് മിറർ. ദെൻ നമ്മളുടെ ബെഡ് കോട്ട്, അത് വുഡിൽ തന്നെയാണ് ബെഡ് കോട്ട് പോയിരിക്കുന്നത്. അതിൻ്റെ ഹെഡ് ബോർഡ് അപ്പോൾസറി ഡിസൈനാണ് വന്നിട്ടുള്ളത്. അതും അപ്പോൾ സ്വിച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇവിടെ അപ്പോൾസറി ഫിറ്റ് ചെയ്തിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു ബോർഡർ ലൈൻ കൊടുത്തിട്ട് 2 വോളിൻ്റെ എൻഡിൽ കൊടുത്തിട്ടാണ് ആ ഒരു വോള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു പാറ്റേൺ എന്ന് പറയുന്ന വേറൊരു പാറ്റേൺ ആണ് നമ്മളുടെ ഇവിടുത്തെ റൂമിലത്തെ വാർഡ്രോബ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു കെയിൻ ഷീറ്റ് ഡിസൈൻ പ്ലസ് മാനുഫാക്ചറിങ് ഹാൻഡിലാണ്. ഇതിൽ വേറൊരു ടൈപ്പുള്ള ഒരു ഹാൻഡിലൊന്നുമില്ല. ഇതിൽ തന്നെ ഹാൻഡിൽ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതും ഇവിടെ ഇൻസൈഡ് നോക്കി അറിയാൻ പറ്റും. നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റോറേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഹാങ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾ ഇടാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇവിടുത്തെ കൂടുതലും ഇൻസൈഡ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഇവിടെ 2 ഡ്രോവേഴ്സ് കൊടുത്തിട്ടുണ്ട്, വലിയ ടൈപ്പ്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഓരോ ടൈപ്പ് ഡ്രസ്സുകളൊക്കെ കീപ്പ് ചെയ്യാനുള്ള യൂണിറ്റ്സ് ഒക്കെ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കർട്ടൺ ബോർഡറും അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ടേബിൾ സ്പേസ്, അതും വളരെ കസ്റ്റമൈസ് ചെയ്യുന്ന രീതിയിൽ മിനിമലിസ്റ്റിക് ആവുന്ന രീതിയിലാണ് ഇവിടുത്തെ ടേബിൾ സ്പേസ് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു വർക്കിംഗ് സ്പേസ് ആയിട്ടോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനും പറ്റും. ഈ റൂമിലത്തെ ഇതാണ് വുഡൻ ഫ്ലോർ തന്നെയാണ് ഈ റൂമിലും ഫ്ലോർ പോയിട്ടുള്ളത്. ഇവിടെ റൂംസിലൊന്നും സീലിംഗ് വന്നിട്ടില്ല, എല്ലാം ഡയറക്റ്റ് ലൈറ്റ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ വീട്ടിലത്തെ ഈ റൂമിലത്തെ വിശേഷങ്ങൾ. ഇതാണ് നമ്മളുടെ ഇവിടുത്തെ സ്റ്റെയർ ഏരിയ. കണ്ടു, വളരെ ഒരു ഫ്രീ ഒരു ഫീൽ തോന്നുന്ന ഒരു രീതിയിലുള്ള ഒരു സ്റ്റെയറും അതിൻ്റെ ഹാൻഡ് റെയിൽ വളരെ സിമ്പിളായിട്ടുള്ള ഹാൻഡ് റെയിലുമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറും ഒക്കെ ഇതുമായിട്ട് വളരെ ബ്ലെൻഡഡ് ആണ്. എല്ലാം നമുക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലാണ്. ഒരു ബ്രിഡ്ജ് ഏരിയ പോലെ ഉണ്ട്. അപ്പോൾ ഇവിടെയും ഒരു ത്രൂ ഔട്ട് ഈ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഒരു ബുക്ക് ഷെൽഫാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ബുക്ക് ഷെൽഫ് കംപ്ലീറ്റ്ലി, അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു ഓപ്പൺ ഏരിയയിൽ കൊടുത്തിരിക്കുന്ന ബുക്ക് ഷെൽഫ്. കംപ്ലീറ്റ്ലി ഒരു ഗ്ലാസ് വിത്ത് ലാമിനേറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇൻസൈഡ് എല്ലാം ഇതിൻ്റെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മാക്സിമം സ്റ്റോറേജ് സ്പേസും ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഈ റൂമിൽ ഒരു സ്റ്റോറേജ് മാക്സിമം ഉൾക്കൊടുക്കുന്ന രീതിയിൽ ഫ്ലൂട്ടഡ് ഗ്ലാസിൻ്റെ ഒരു വാർഡ്രോബാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്ലൂട്ടഡ് ഗ്ലാസിൻ്റെ ഇൻസൈഡ് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം ത്രൂ ഔട്ട് നമുക്ക് എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും സ്റ്റോറേജ് സ്പേസും എല്ലാം കൊടുക്കുന്ന രീതിയിലാണ് ഈ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വലിയൊരു മിറർ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു COD മോഡൽ ഒരു ടേബിളും ഒരു COD തന്നെ ഒരു സംഭവം ചെറിയ രീതിയിലുള്ളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ക്ലോത്തുകളൊക്കെ നമുക്ക് കൂടുതൽ ഹാങ് ചെയ്യുന്ന രീതിയിലാവുമ്പോഴാണല്ലോ നമുക്ക് യൂസ്ഫുൾ ആവുക. പെട്ടെന്ന് എടുത്തിടാനും കാര്യങ്ങൾക്കൊക്കെ ഗുണകരമായിരിക്കും അത് വളരെയധികം. ഇപ്പോൾ ഇവിടെ നമ്മൾ നെക്സ്റ്റ് റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ അവിടുത്തെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പാറ്റേൺ വേറൊരു ഡിഫറൻറ്റ് പാറ്റേണിലാണ് കൊടുത്തിട്ടുള്ളത്. കോമ്പിനേഷൻ താഴത്തെ തന്നെയാണ്, പക്ഷേ പാറ്റേൺ വ്യത്യാസമുണ്ട്. ഇതൊരു ഓവൽ ടൈപ്പിലുള്ള ഒരു പാറ്റേൺ ആണ് എടുത്തിട്ടുള്ളത്. സെയിം കോമ്പിനേഷൻ, കളർ പാലറ്റിംഗ് ഒക്കെ കറക്റ്റാണ്. മാറ്റ് ഫിനിഷ് ബീജും വിത്ത് ഒരു ജൂട്ട് ഫിനിഷും കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ബെഡ് കോട്ടിൻ്റെ സൈഡ് ടേബിളിലും ആ ഒരു ജൂട്ട് കയറി വന്നിട്ടുണ്ട്. ബെഡ് കോട്ടൊക്കെ വുഡൻ ഇതിൽ തന്നെയാണ്. ഹെഡ് ബോർഡ് ആണെന്നുണ്ടെങ്കിലും അതിൽ ഒരു ഗ്രൂ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹെഡ് ബോർഡിൻ്റെ ബാക്ക് വോൾ ചെറിയ റീപ്പർ, അതിൻ്റെ ഇൻസൈഡിൽ ടെക്സ്ചർ ഫിനിഷ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാ കർട്ടൻ ബോർഡർ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബോർഡർ കൊടുത്തിട്ടുള്ള ഒരു ലോങ് മിററാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ മിറേഴ്സ് എപ്പോഴും നമ്മുടെ റൂമുകളിൽ വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്കൊരു ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഫുള്ളായിട്ടുള്ള നമ്മളുടെ വ്യൂ കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ലോങ് മിറർ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്യാൻ സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളുടെ ഏതെങ്കിലും വോളിൽ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ഭിത്തിയിൽ അത്ര ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു ലോങ് മിറർ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വളരെ എക്കണോമിക്കലാണ്, രണ്ട് വളരെ യൂസ്ഫുള്ളാണ്. സ്പെക്ട്രനെ പറ്റിയിട്ട് ഞാൻ അറിയുന്നത് യൂട്യൂബ് അങ്ങനത്തെയൊക്കെ ഫേസ്ബുക്ക് വഴിയൊക്കെയാണ് ഞാനത് അറിയുന്നത്. പിന്നെ എൻ്റെ അനിയനും ഇൻറ്റീരിയർ ഫീൽഡിലാണ്, ആൾ വഴിയും ഞാൻ ഈ ഫീൽഡിനെ പറ്റി അറിഞ്ഞിട്ടുണ്ട്, ഇവരെ കമ്പനിയെ പറ്റി അറിഞ്ഞിട്ടുണ്ട്.
പിന്നെ ഇവരായിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു ടീം വർക്കാണ്. പിന്നെ ക്വാളിറ്റിയും അവർ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്ലെക്സിബിളാണ് അവരെല്ലാ എംപ്ലോയീസും. നമുക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോഴും നമുക്ക് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ പറയുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തന്നിട്ടുണ്ട്. വളരെ നന്നായിട്ട് എനിക്ക് എൻ്റെ കിച്ചൺ ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ച പോലെ, ഞാൻ എങ്ങനെയാണോ സ്വപ്നം കണ്ടത് അതുപോലെ ആയിട്ടുണ്ട്. കളറായാലും അത് ഏതൊരാൾ വന്ന് നോക്കുമ്പോൾ ആ കിച്ചണിന് പ്രത്യേക ഒരു അപ്രിസിയേഷൻ തന്നിട്ടുണ്ട്. എനിക്ക് 100% എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. വർക്കിലും കളറ് എല്ലാം വിചാരിച്ച പോലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇവിടുത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മണികണ്ഠൻ സാറ് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടാണ്. സാറ് വന്നിട്ട് കുറച്ച് ടൈമേ ഉള്ളൂ, എനിക്ക് അതിനുള്ളിൽ ഇതെല്ലാം ക്ലിയർ ചെയ്ത് തരണം, എൻ്റെ ബഡ്ജറ്റ് ഉള്ളിൽ നിൽക്കുന്ന രീതിയിലാവണം എന്ന് പറഞ്ഞു. സോ നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് പറയുന്ന ടൈമിൽ തന്നെ നമുക്ക് തീർത്തു കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് വളരെ സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.